ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കർക്കിടക മാസം നമ്മുടെ മുന്നിൽ വരികയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ആചരിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്? ആചാരങ്ങൾ ധർമ്മസംരക്ഷണത്തിനും സംഗ്രഹത്തിനുമുള്ള കാരണമാണ്. കർക്കിടക മാസത്തിൽ ശ്രീ ഭഗവതിക്ക് വെക്കൽ, പുരാണ പാരായണം, പത്തിലക്കറി, കനകപ്പൊടി സേവ, ഔഷധ സേവ, ദശപുഷ്പം ചൂടുക, വാവുബലിയിടുക മുതലായ 7 അനുഷ്ഠാനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബൂസ്റ്റിംഗ് നൽകുന്ന ആചാരങ്ങളാണ്. ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ശ്രീ ഭഗവതിക്ക് വെക്കൽ, ശിവോതിക്ക് വെക്കൽ എന്നൊക്കെ നമ്മുടെ നാട്ടില് എല്ലാവരും പറയാറുണ്ട്. ഭഗവതിക്ക് വെക്കുന്നതിന് മുൻപ് ചേട്ടാ ഭഗവതിയെ പുറത്താക്കണം. അശ്രീകരത്തെ പോലും ഭഗവതിയായി കാണുന്ന ഒരു സങ്കല്പമുണ്ട് നമുക്ക്. ചേട്ടയെ കളഞ്ഞതിന് ശേഷം ശ്രീ ഭഗവതിയെ വന്ദിക്കുകയാണ്, അകത്തിരുത്തുകയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ അഷ്ടമംഗല്യ തട്ടം ഒരുക്കി വെച്ചുകൊണ്ട് ദേവിയെ നമസ്കരിച്ച് നെല്ല്, അരി, സ്വർണം, ചന്ദനം, ഗ്രന്ഥം, ശുദ്ധവസ്ത്രം, വാൽക്കണ്ണാടി ഇതെല്ലാം അഷ്ടമംഗല്യ തട്ടിൽ ഒരുക്കി വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ, അത് കിണ്ടിയാവാം, അതിൽ ശുദ്ധജലം നിറച്ചു വെച്ചിട്ട് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം അനർത്ഥങ്ങൾ ഒഴിവാക്കി അഭിവൃദ്ധി നൽകാൻ ഈശ്വരനോട് അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവതിക്ക് വെക്കൽ എന്ന് പറയുന്ന ചടങ്ങ്. വളരെ പ്രസിദ്ധമാണ്, വളരെ പ്രധാനവുമാണ്. രണ്ടാമത്തെ പുരാണ പാരായണമാണ്. നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും രാമായണമാണ് വായിക്കാൻ ശ്രമിക്കുന്നത്. രാമായണമല്ല, നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാം. 2 നേരവും ശിവോതിയെ വെച്ച് സ്ഥലത്തിരുന്നു കൊണ്ട് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നമുക്ക് എന്തൊക്കെ വായിക്കാൻ കഴിയും അതൊക്കെ അവിടെ ഇരുന്ന് വായിക്കാം. അത് നമ്മുടെ വീടിന് മാത്രമുള്ള അഭിവൃദ്ധി അല്ല, നമ്മുടെ ഗ്രാമം തന്നെ അഭിവൃദ്ധിപ്പെടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പത്തിലക്കറിയാണ്. ഈ വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ചൊവ്വ, വെള്ളി മുതലായ കൊടിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് പത്തിലകൾ കൊണ്ടുള്ള ഉപ്പേരിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കും. വർഷത്തിൽ 104 കൊടിയാഴ്ച ദിവസങ്ങൾ വരുന്നുണ്ട് എന്നാ പറയാം. ആവശ്യമായ പോഷകാംശങ്ങൾ കിട്ടുവാൻ ഈ ഭക്ഷണ രീതി നല്ലതാണ്, അത് ഉപകരിക്കും. വിറ്റാമിന്റെ കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഇല്ലാതാവും. കർക്കിടകത്തില് 30 ചൊവ്വാഴ്ചയിൽ പച്ചിലക്കറികൾ ഉപയോഗിച്ച് തുടങ്ങും. എന്തൊക്കെയാണ് 10 ഇലകൾ എന്നുകൂടി നമ്മളൊന്ന് അറിഞ്ഞാൽ നല്ലതാണ്. നെയ്യുർണി, താള്, തകര, കുമ്പളം ഇല, മത്തനില, വെള്ളരി, ആനക്കൊടിത്തൂവ, ചീര, ചേന, ചേമ്പില, പത്തില. ഇത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചിലവര് മുരിങ്ങയിലൊക്കെ ചേർക്കാറുണ്ട്. മുരിങ്ങയില പത്തിലയിൽ പെടുന്നതല്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ഈ ചേർത്തു എന്ന് വിചാരിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പത്തിലകളിൽ ഇത്ര മാത്രം വന്നാൽ മതി. അപ്പൊ ഇതൊന്ന് പത്തിലക്കറി കഴിക്കുക എന്നുള്ളത് കർക്കിടകത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, ഇത് നമുക്ക് എന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ കർക്കിടകത്തിൽ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. നാലാമത്തത് കനകപ്പൊടി സേവയാണ്. തവിട് കൊണ്ട് ചുട്ടെടുക്കുന്ന അപ്പം കഴിക്കുന്നതാണ് കനകപ്പൊടി സേവ എന്ന് പറയുന്നത്. 30 വെള്ളിയാഴ്ച ഇത് സേവിക്കും. ഇപ്പോൾ ഒരു വർഷത്തിന് ആവശ്യമായി വരുന്ന വൈറ്റമിൻ ബി ശരീരത്തിന് ലഭിക്കും. കാലത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഉരുക്കിയ ശർക്കരയില് ഉണക്കത്തവിട് ചേർത്ത് കുഴയ്ക്കണം. ശേഷം കനമുള്ളതാക്കിയിട്ട് പരത്തി
കനലിൽ ചുട്ടെടുക്കുക. ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ മതി, അടിപൊളിയാണ്. അഞ്ചാമത്തത് ഔഷധ സേവയാണ്. ഔഷധ സേവ ചെയ്യണം. വിഷപ്രതിരോധ കുത്തിവെപ്പ് ആയിട്ട് മരുന്ന് കഴിക്കുന്നത് പോലെ ഏതെങ്കിലും വിഷാംശം അകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കളയുവാൻ വേണ്ടി നമ്മൾ ഔഷധ സേവ കഴിക്കുന്നു. ആരും മൊരിയും കളഞ്ഞ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധമാക്കിയതിന് ശേഷം നല്ലതുപോലെ അത് അരച്ചെടുക്കണം. അതിൽ കുറച്ച് പശുവിൻ നെയ്യും ചേർക്കണം. മോതിര വിരലിന്റെ അറ്റം കൊണ്ട് തോണ്ടി എടുത്ത് കിട്ടുന്ന ഔഷധം കഴിക്കണം. വടക്കോട്ട് തിരിഞ്ഞ് ധന്വന്തരി മന്ത്രം ജപിച്ചുകൊണ്ട് സേവിക്കണം. മന്ത്രം പോലും കൃത്യമാണ്. ഓം ധം ശ്രീം അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാ ശേഷാനാശു ധന്വന്തരേ ഹരയേ നമഃ. ഈ മന്ത്രാണ് ജപിക്കേണ്ടത്. ആറാമത്തെ ദശപുഷ്പം ചൂടലാണ്. ശരീരകാന്തി വർദ്ധിപ്പിക്കുവാനാണ് ദശപുഷ്പങ്ങൾ ചൂടും എല്ലാവരും. ശിവോദിക്ക് വെച്ച സ്ഥലത്ത് നിന്ന് വേണം ദശപുഷ്പം ചൂടാൻ. ഈ 10 പുഷ്പങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറുക, കയ്യനും, കൃഷ്ണകാന്തി, പൂവാങ്കുറുന്നൽ, നിലപ്പന, തിരുതാളി, മുക്കുറ്റി, വള്ളി, ഒഴിഞ്ഞ, മുയൽ ചെവിയൻ, ചെറുള. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ദശപുഷ്പം ചൂടലും ഈ മാസത്തിന്റെ പ്രധാനമാണ്. അടുത്തത് വാവു ബലിയാണ്. കൊല്ലത്തിൽ പിതൃക്കൾക്ക് വേണ്ടി 3 ബലിയെങ്കിലും ചെയ്യണമെന്നില്ല. കർക്കിടകം, കുംഭം, വൃശ്ചികം, തുലാം മുതലായ മാസങ്ങളിൽ വരുന്ന കറുത്ത വാവിന് ബലിയിടണം. ആചാര്യ നിർദ്ദേശം അനുസരിച്ചോ നാട്ടാചാരം അനുസരിച്ചോ ബലി ചെയ്യണമെന്നല്ല. അപ്പൊ ഈ മാസത്തിലെ ബലിയിടൽ വളരെ പ്രധാനമുള്ളതാണ്. വസുധൈവ കുടുംബകം എന്ന ആദർശ പുഷ്പം വിടരുവാൻ ഇത്തരം ആചാരങ്ങൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിക്കുന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ഹീനന്മാരായിട്ടുള്ള ആളുകളുടെ കപടതന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പോലും ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉപകാരപ്രദമാണെന്ന് ഓർത്തു വെക്കുക. എല്ലാവർക്കും നല്ല നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.